വെൽക്കം ബാക്ക് ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് തലശ്ശേരി ദം ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ ബിരിയാണി എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കും എല്ലാ ബിരിയാണിയും ഒരേ ടേസ്റ്റ് ആയിരിക്കും, അതിലെന്താ ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഉള്ളതെന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ഓരോ ബിരിയാണിക്കും അതിൻ്റേതായ ടേസ്റ്റും അതിൻ്റേതായ ആ ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത് തലശ്ശേരി ദം ബിരിയാണി റെസിപ്പിയാണ്. പറയാണ്ടിരിക്കാൻ വയ്യ, ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ തലശ്ശേരി ബിരിയാണിക്ക്. അപ്പോൾ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ ചെറുതായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ, വല്ലാണ്ട് വരിയേണ്ട. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് നമുക്ക് ചെറിയൊരു മാരിനേഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കുറേ ചേർക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടി. പിന്നെ ചിക്കൻ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിതിലോട്ട് 2 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ. കാരണം നമ്മൾ ചിക്കൻ്റെ മസാലയൊക്കെ റെഡിയാവുന്ന വരെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. പിന്നെ ഞാൻ 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുവാണ്. അപ്പോൾ ചിക്കനിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല, കാരണം വെള്ളം ഉണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ കുഴച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം ഊറി വരും. ഇത് നമ്മൾ ബാക്കിയുള്ള മസാല റെഡിയാവുന്ന വരെ അവിടെ മാറ്റി വയ്ക്കാം. ഇനി തലശ്ശേരി ദം ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ട അരി ഏതാണെന്ന് വെച്ചാൽ ജീരകശാല റൈസാണ്. ജീരകശാല റൈസ് കൊണ്ടാണ് തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കുക. ഇതുപോലെ 250 ml കപ്പിൽ ഞാൻ 6 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ചെറിയ അരിയാണ്, ഇത് ജീരകശാല റൈസാണ്. ഞാൻ ബ്രാൻഡ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഒരു ബ്രാൻഡ് ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരി നന്നായിട്ട് നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് നേരം കുതിർത്ത് വെക്കേണ്ട, ഒരു 10 മിനിറ്റൊക്കെ കുതിർത്ത് വെച്ചാൽ മതി. തലശ്ശേരി ദം ബിരിയാണി നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയ ശേഷമാണ് ദം ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ അരിയുടെ അളവും അതുപോലെ അരി നന്നായിട്ട് കഴുകിയെടുക്കണം. അതിലെ സ്റ്റാർച്ച് കണ്ടൻറ്റൊക്കെ പോയിട്ട് വേണം നമ്മൾ ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാൻ. പിന്നെ ഞാൻ ജീരകശാല ഈ ഒരു റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ബ്രാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം ഗ്രീൻ ഫാമിൻ്റെ റൈസായിട്ടോ എടുത്തിട്ടുള്ളത്. പറയാൻ കാരണം ഇവിടെ ഹൈപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇത് കുറഞ്ഞ റേറ്റിലാണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ കുറഞ്ഞ റേറ്റിൽ എന്ന് വിചാരിക്കുമ്പോൾ ഞാൻ വാങ്ങിക്കാറില്ല, ഇനിയിപ്പോൾ നന്നാവില്ല എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ നല്ല അരിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഗ്രീൻ ഫാം നല്ലതാണ്, ജീരകശാല റൈസ് നല്ലതാണ്. ഞാൻ മുമ്പ് വാങ്ങിച്ചിരുന്നൊക്കെ വയനാടൻ ജീരകശാലയായിരുന്നു, വേറൊരു ബ്രാൻഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് നല്ലതാട്ടോ. അപ്പോൾ ഞാൻ ബിരിയാണി ഏത് പാത്രത്തിലാണോ ദം ഇടുന്നത് ആ ഒരു പാത്രം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡാൽഡ, നെയ്യ് ഇതൊക്കെ ചേർത്ത് കൊടുക്കാം. എപ്പോഴും ബെസ്റ്റ് സവാളൊക്കെ വഴറ്റിയെടുക്കാൻ ഓയിലാണ്. ഇനി ആദ്യം ഞാൻ ഇതിലോട്ട് കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വറുത്തെടുക്കാനുണ്ട് കുറച്ച് സവോള. അതിനായിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കുകയാണ്. 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. നല്ല കനം കുറച്ചിട്ട് അരിഞ്ഞിട്ട് അത് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയൊരു ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്ക് വറുത്ത് കോരണം കേട്ടോ. ഒരുപാട് ഡാർക്ക് കളറൊന്നും ആവരുത്. അപ്പോൾ തലശ്ശേരി ബിരിയാണിയിൽ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ വറുത്ത ഉള്ളി നമ്മൾ മസാലയിലോട്ട് ചേർത്ത് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ മസാലയ്ക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അത് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് നമുക്ക് ഒന്ന് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വേണം. അതൊന്ന് ഇപ്പോൾ തന്നെ ഈ ഒരു എണ്ണയിൽ ഞാനൊന്ന് വറുത്ത് കോരുന്നുണ്ട്. അതുപോലെ സവോള നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്നൊന്നും വറുത്തെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ മാറും. എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സവോള വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ഗാർണിഷിങ്ങിനായിട്ട് കുറച്ച് സവോള മാറ്റി വയ്ക്കണം കേട്ടോ. മസാലയിലേക്കും വേണം, അതുപോലെ ഗാർണിഷിങ്ങിനും വേണം സവോള. ഇനി ആ സെയിം പാനിലേക്ക് തന്നെ നമ്മൾ 2 സവോളയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മസാല റെഡിയാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ വറുത്തെടുത്ത സവോള നമ്മൾ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് മസാലയിലേക്ക്. ഇനി ഇത് സാധാരണ പോലെ തന്നെ നമ്മൾ വഴറ്റിയെടുക്കുക. ആ ഒരു പച്ചമണം മാറുന്ന പോലെ സവോള നന്നായിട്ട് സോഫ്റ്റായി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലോട്ട് നമ്മൾ ഹോൾ സ്പൈസസ് ചേർത്തിട്ടില്ല. ഏലക്ക, ഗ്രാമ്പൂ, പട്ട അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ കുറേശ്ശെ ചേർത്ത് കൊടുക്കുക.
ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് മൂന്നും കൂടി ഞാൻ ഇതുപോലെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ള ചേർക്കുന്നതിൻ്റെ ആ ഒരു പ്രത്യേക മണവും ആ രുചിയൊക്കെ ഉണ്ടാവും നമ്മുടെ ബിരിയാണിക്ക്. അപ്പോൾ എപ്പോഴും ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ചോപ്പറിൽ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കുക കേട്ടോ. പേസ്റ്റ് പരുവാക്കുമ്പം ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക, ആ ഒരു പ്രത്യേക മണവും ടേസ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ അതവിടെ നന്നായിട്ട് സോഫ്റ്റായിട്ട് അല്ലെങ്കിൽ ആ പച്ചമണം മാറുന്ന വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇവിടെ ചോറ് റെഡിയാക്കാം. അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലും നെയ്യും കൂടി ചേർത്തിട്ട് ചൂടാക്കിയിട്ട് അതിലോട്ട് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. സവോള ചെറുതായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ക്യാരറ്റ് കുറച്ച് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴറ്റിയൊന്നും എടുക്കണ്ട. ഇനി ഞാൻ 6 കപ്പ് അരിയാണല്ലോ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ 9 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ 9 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൂടരുത്. അങ്ങനെ വരുമ്പം അരി വേവ് കൂടും. അതുപോലെ തന്നെ അരി നമ്മൾ കഴുകിയെടുത്ത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളമൊക്കെ വാർത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ആ വെള്ളം അവിടെ തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ മസാല വീണ്ടും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം സവോളൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്, ആ ഒരു പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് 2 വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി കേട്ടോ, ഒരുപാട് ചേർക്കേണ്ട. പിന്നെ ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലോട്ട് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എനിക്ക് മുമ്പ് റിവ്യൂക്കായിട്ട് അയച്ചു തന്നിട്ടുള്ള അൽഹാദി സ്പൈസസിൽ നിന്ന് അയച്ചു തന്നിട്ടുള്ള ബിരിയാണി മസാല പൗഡറാണ്. നല്ലതാട്ടോ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കാം, കാരണം നല്ല ബിരിയാണി മസാലയാണ്. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബിരിയാണി മസാല പൗഡർ ഇല്ലയെന്നാണെങ്കിൽ ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷമാണ് നമ്മൾ ഫ്രൈഡ് ഓണിയൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ഫ്രൈഡ് ഓണിയനാണ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അതിൽ കുറച്ച് മാത്രം ഞാൻ ഗാർണിഷിങ്ങിനായിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ. ബാക്കി മൊത്തം ഞാനിപ്പോൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് മല്ലിയില, പുതിനയില ഇതൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്യണം. നമ്മൾ സാധാരണ ചോറ് ഊറ്റിയെടുത്തിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അധികം ചിക്കന് കുക്ക് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ നന്നായിട്ട് കുക്ക് ആവണം കേട്ടോ. പിന്നെ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് ഇല്ല എന്നാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ഉപ്പ് കുറച്ചൊന്ന് കൂട്ടി വെക്കണം ബിരിയാണിയിലോട്ട്, എന്നാലേ നമ്മൾ അരി വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് പാകത്തിൽ കിട്ടുകയുള്ളൂ. അപ്പം അരി ഇടാനുള്ള വെള്ളം അവിടെ തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും ഇതിലോട്ട് ഒരുപാടൊന്നും ചേർക്കണം. നമ്മൾ നെയ്ച്ചോറിലോട്ട് എത്രയാണ് ഉപ്പ് ചേർക്കുന്നത് ആ ഒരു പരുവത്തിൽ തന്നെ ഉപ്പ് ചേർക്കുക കേട്ടോ. കുറച്ച് വയ്ക്കുക, കാരണം മസാലയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുന്നതാണല്ലോ. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചോറ് നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗരം മസാലപ്പൊടി ചേർത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ മതി കേട്ടോ വിനാഗിരി. അതുപോലെ 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. വിനാഗിരി ചേർക്കുന്നത് അരിക്ക് നല്ല വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഓയിൽ ചേർക്കുന്നത് അരി ഇങ്ങനെ എല്ലാം കൂടി ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കുക. അരി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വെള്ളമൊക്കെ നന്നായിട്ട് വാർത്തെടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി പ്രശ്നമാവും, നമ്മളെ ചോറ് വേവ് കയറും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നെയ്ച്ചോറ് പോലെ ആ വെള്ളം വറ്റുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇപ്പോൾ ഇവിടെ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കനൊക്കെ വെന്തിട്ടുണ്ടോ നോക്കുക. ചിക്കൻ 90% വേവണം, ബാക്കി 10% നമ്മൾ ദമ്മിടുന്ന സമയത്ത് വെന്താൽ മതി. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് വെള്ളം പുറത്ത് വരട്ടെ. അതുപോലെ ഞാൻ 3 മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ബിരിയാണിയിൽ മുട്ട ഉണ്ടാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ അതാ നന്നായിട്ട് പുറത്തേക്ക് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്, നന്നായിട്ട് കുക്കായിട്ടുണ്ട്.
ഇനി ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വേറൊരു സംഭവം കൂടി ചേർക്കാനുണ്ട്. അപ്പം ഇത് കുറച്ചുകൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റട്ടെ. അപ്പോൾ ഞാനിവിടെ ഒരു 10 അണ്ടിപ്പരിപ്പോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ ഒരു 1/4 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുവാണ്. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. തേങ്ങ ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളം വേറെ ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വരുമ്പോൾ നല്ലോണം കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് തേങ്ങ കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചത്. അപ്പോൾ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ ബിരിയാണിക്ക്. ഏത് ബിരിയാണിക്ക് ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ആ ഒരു മസാലയുടെ പച്ചച്ചവ മാറും. അതുപോലെ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാൻ ഈ ഒരു സംഭവം നമ്മുടെ മലബാർ ചിക്കൻ ബിരിയാണിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ തേങ്ങ അരച്ചതും തേങ്ങയും അണ്ടിപ്പരിപ്പും കൂടി അരച്ചത്. ഇനിയിപ്പം അണ്ടിപ്പരിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തേങ്ങ മാത്രം ചൂടുവെള്ളത്തിൽ കുറച്ച് മാത്രം എടുത്താൽ മതി. ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ട് ഇതുപോലെ അരച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. അണ്ടിപ്പരിപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല കറക്റ്റാണ്. അപ്പോൾ വെള്ളമൊന്നും കൂട്ടിയെടുക്കരുത്. എന്നിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കരുത് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടച്ച് വെക്കാണ്ട് കുറച്ചൊന്ന് തുറന്ന് വെക്കുക കേട്ടോ. എപ്പോഴും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം അരി നല്ലതാണെങ്കിൽ പിന്നെ ബിരിയാണിയുടെ കാര്യം പറയേണ്ട നന്നാവും. അപ്പോൾ അരി എപ്പോഴും നല്ലത് എടുക്കാൻ നോക്കുക. ഞാനിതങ്ങനെ അടച്ച് വെച്ചിട്ടുള്ളൂ, ഒരുപാട് അടച്ച് വെച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മസാല അവിടെ റെഡിയായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ഗ്രേവിയേ ഉള്ളൂ, ഒരുപാട് ഗ്രേവി ആവണ്ട. കാരണം നമ്മളിത് ഓൾറെഡി അരിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ദമ്മിടുന്നേ ഉള്ളൂ. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ മല്ലിയില, പുതിനയില ഇതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഈ റെഡിയായിട്ടുള്ള ചോറ് ഇതിൻ്റെ മുകളിൽ ദമ്മിടാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിക്കനിലോട്ട് നെയ്യ് ഒട്ടും ചേർത്തിട്ടില്ല, മസാല വഴറ്റുന്ന സമയത്തൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ പിടിക്കില്ല നെയ്യ് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ചിക്കനിലോട്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് ഇപ്പം ഏകദേശം 90% വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ചോറ്, ഇപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോറ് ഇട്ട് കൊടുക്കാം. ചോറ് ഞാൻ 2 ലെയറായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ പരത്തിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ ചോറൊക്കെ ഓൾറെഡി കുക്കായതാണ്. അപ്പോൾ നമ്മളിത് ഒരുപാട് നേരമൊന്നും ദമ്മിടുന്നില്ല. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പം ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫ്രൈഡ് ഓണിയനും പിന്നെ മല്ലിയില, പുതിനയില, പിന്നെ കുറച്ച് നെയ്യും കൂടി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തലശ്ശേരി ബിരിയാണിയുടെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദമ്മിടുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടാണ് ദമ്മിടുന്നത് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ, മലബാർ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം ചോറ് ഊറ്റിയെടുത്ത ശേഷമാണ് ദമ്മിടുന്നത്. എന്നിട്ട് വീണ്ടും ഫ്രൈഡ് ഓണിയന്, മല്ലിയില, പുതിനയില, നെയ്യ് ഇതെല്ലാം കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു ഫോയിൽ വെച്ചിട്ട് ഇതുപോലെ കവർ ചെയ്യുക. എന്നിട്ട് അടച്ചു വയ്ക്കുക. എന്നിട്ട് ഇത് നമ്മൾ ഒരു അരമണിക്കൂർ മാത്രമേ വെക്കുന്നുള്ളൂ, ഒരുപാട് നേരമൊന്നും വെക്കേണ്ട കേട്ടോ. അരമണിക്കൂർ വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെച്ചിട്ട് ദമ്മിട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ പടനെ തുറന്ന് നോക്കണ്ട, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റൊക്കെ അങ്ങനെ തന്നെ വെക്കുക. എന്നിട്ട് വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണമായിരിക്കും കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നമ്മുടെ ഫ്രൈഡ് ഓണിയൻ ഇട്ടുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ഇട്ടുകൊണ്ടായിരിക്കാം, അറിയില്ല. നല്ലൊരു മണമായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബിരിയാണിക്ക്. ഓരോ ബിരിയാണിക്കും അതിൻ്റേതായ ടേസ്റ്റ് ഉണ്ട്. മലബാർ ബിരിയാണി ആണെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്, മലപ്പുറം സ്റ്റൈലാണെങ്കിൽ അത് വേറൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിയും അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പം ഞാൻ ഇതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഇത് എങ്ങനെയാണ് മിക്സ് ചെയ്യുക എന്നുള്ളത്. അപ്പം ആദ്യം ഈ വൈറ്റ് റൈസൊക്കെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയ പാത്രം ഉണ്ടല്ലോ, അതിലോട്ട് മാറ്റുന്നുണ്ട്. എന്നിട്ട് ഈ ചിക്കന് നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പം ചിക്കൻ ഉടഞ്ഞു പോകും. അപ്പോൾ ചിക്കൻ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വൈറ്റ് റൈസ് മാറ്റി വെച്ച ശേഷം ചിക്കൻ അതിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ച് മാത്രം ഉണ്ടാക്കുമ്പോഴേ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടി അത് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ചിക്കന് ഉടഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ട് മാറ്റി വയ്ക്കുക കേട്ടോ. ചിക്കനൊക്കെ കണ്ടോ നല്ലൊരു, ചിലപ്പം ചിലർ പറയാറുണ്ട് ചിക്കനൊക്കെ ഇങ്ങനെ വെള്ള കളറിലാണ് കിട്ടുന്നത്, അതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നില്ല എന്ന്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ മതി, നല്ല കറക്റ്റായിട്ട് ഇങ്ങനെ ഈ ഒരു ടെക്സ്ചറിൽ കിട്ടും. അപ്പോൾ ചിക്കൻ അല്ലാതെ ഞാൻ മാറ്റി വെച്ച ശേഷമാണ് ആ ഒരു മസാല മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മസാല വേറെ കിട്ടും, അതുപോലെ വൈറ്റ് റൈസ് വേറെ കിട്ടും ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് നല്ല മസാലയോട് കൂടിയിട്ടുള്ള റൈസ് ആയിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ ആ വൈറ്റ് റൈസിൻ്റെ മുകളിലിട്ട് കൊടുത്തിട്ട് ചിക്കന് മുകളിലിട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിതിപ്പം വേറൊരു ട്രേയിലോട്ട് മാറ്റുവാണ്.
അതുപോലെ ഇത് സെർവ് ചെയ്യുമ്പോഴും കുറച്ച് മസാലയുള്ള റൈസ്, അതിൻ്റെ മുകളിൽ കുറച്ച് പ്ലെയിൻ റൈസ്, പിന്നെ വീണ്ടും മസാലയുള്ള റൈസ്, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാതും കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. ഇതിപ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്യുമ്പോൾ ചിലപ്പോൾ മസാല കൂടി പോകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ മസാല കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി. ചിലർക്ക് വൈറ്റ് റൈസ് മാത്രമായിരിക്കും ഇഷ്ടം, അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കുറേ റെസിപ്പിയിൽ നമ്മുടെ ബിരിയാണി റെസിപ്പീസിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതെന്തായാലും ട്രൈ ചെയ്താൽ നിങ്ങൾ വീണ്ടും ഉണ്ടാക്കും എന്നുള്ളത് ഉറപ്പാണ്, അത്രയും ടേസ്റ്റാണ്. പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ദമ്മിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്തവർക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിതാ കുറച്ച് മസാല ബാക്കി വന്നപ്പം അതിലോട്ട് ഞാൻ വൈറ്റ് റൈസ് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ളൊരു ടെക്സ്ചർ ഇതാ ഇങ്ങനെ ഇരിക്കണം. ഭയങ്കര യെല്ലോയിഷ് കളറല്ലായിരിക്കും നമ്മുടെ ബിരിയാണി, ഈ ഒരു ടെക്സ്ചറിലായിരിക്കും ഉണ്ടാവുക. ചിലരൊക്കെ പറയാറുണ്ട് ബിരിയാണിയിലെ ചിക്കന് നമുക്ക് കഴിക്കാൻ തോന്നില്ല എന്ന്. പക്ഷേ ഈ ഒരു ചിക്കൻ നമ്മൾ നേരത്തെ തൈരൊക്കെ ചേർത്ത് മാരിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ലോണം സോഫ്റ്റായിട്ട് നല്ലോണം മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ, താങ്ക് യു.